മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മലയാള സിനിമയുടെ സീൻ മാറ്റി എഴുതുകയാണ്. കേരളവും തമിഴ്നാടും കടന്ന് മലയാള സിനിമയുടെ പ്രശസ്തി ഇന്ത്യയൊട്ടാകെ മഞ്ഞുമലിനൊപ്പം വളരുകയാണ്. ഇന്ത്യയിലെ തന്നെ മികച്ച സർവൈവർ ത്രില്ലറായാണ് മഞ്ഞുമൽ ബോയ്സ് കണക്കാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സർവൈവൽ ത്രില്ലറുകളെ കുറിച്ചാണ്. മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 5 സർവൈവൽ മൂവീസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ലിസ്റ്റിലെ ആദ്യത്തെ മൂവിയാണ് ദ ഇംപോസിബിൾ. 2012 റിലീസായ ഹോളിവുഡ് മൂവിയാണ് ദ ഇംപോസിബിൾ. സുനാമിയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ സിനിമയിൽ നോമി വാട്ട്സ്, ഇവാൻ മക്ഗ്രിഗർ, ടോം ഹോളണ്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നു. തായ്ലൻഡിൽ ക്രിസ്മസ് വെക്കേഷന് പോകുന്ന ഒരു ഫാമിലി, അതിൽ അച്ഛൻ, അമ്മ, 3 മക്കൾ. അവിടെ വെച്ചുണ്ടാകുന്ന സുനാമിയിൽ ഇവർ പല വഴിക്കാകുന്നു. അതിൽ നിന്ന് രക്ഷ നേടാനും ഒന്നിക്കാനുമുള്ള അവരുടെ ശ്രമമാണ് ഈ സിനിമ. ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ കണ്ണ് നനയ്ക്കും എന്നുറപ്പ് പറയാവുന്ന ഒരു സിനിമ തന്നെയാണ് ദ ഇംപോസിബിൾ. കണ്ടിട്ടില്ലാത്തവർക്ക് ഉറപ്പായും കാണേണ്ട ചിത്രം. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ മൂവിയാണ് ദ ക്രൗഡ്. 2019 റിലീസ് ചെയ്ത അമേരിക്കൻ നാച്ചുറൽ ഹൊറർ സർവൈവൽ ഫിലിമാണ് ദ ക്രൗഡ്. ഹൊറർ വിഭാഗത്തിൽ ത്രില്ലിംഗ് സിനിമകൾ ഡയറക്ട് ചെയ്യുന്ന അലക്സാൻഡ്രെ അജ ആണ് സംവിധായകൻ. കൊടുങ്കാറ്റിലും മഴയിലും പെട്ട് ഒരു നാട് മുഴുവൻ വെള്ളത്തിനടിയിലാകുന്നു. അവിടെ അകപ്പെട്ടു പോയ തന്റെ അച്ഛനെ രക്ഷിക്കാനെത്തുന്ന നായിക. അവൾ അവിടെ നേരിടേണ്ടി വരുന്നത് ഒരു കൂട്ടം മുതലകളെ. വെള്ളത്തിലിറങ്ങുന്ന എല്ലാവരെയും കീറി മുറിക്കുന്ന ഭീകര മുതലകളാണവ. ഇതിൽ നിന്നുള്ള അവരുടെ അതിജീവനത്തിന്റെ കഥ ഈ സിനിമ പറയുന്നു. സർവൈവലിനോടൊപ്പം അച്ഛന്റെയും മകളുടെയും ആത്മബന്ധം കൂടിയാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. സീറ്റഡ് ത്രില്ലറിന് ഉദാഹരണമാണ് ദ ക്രൗഡ്. ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രമാണ് ദ ഷാലോസ്. കേട്ടുപഴകിയ വാട്ടർ ബേസ്ഡ് സർവൈവൽ ത്രില്ലറിനെ അതിന്റെ മേക്കിംഗ് കൊണ്ട് വ്യത്യസ്തമാക്കിയ സിനിമയാണ് ദ ഷാലോസ്. ബ്ലേക്ക് ലൈവ്ലി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഈ സിനിമ 2016 റിലീസ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് വെക്കേഷൻ ആസ്വദിക്കാനും സർഫിംഗ് ചെയ്യാനും ഒരു ഐലൻഡിലേക്ക് വരുന്ന നാൻസി എന്ന പെൺകുട്ടി. ഇവൾ സർഫിംഗ് ചെയ്യാൻ കടലിലേക്ക് ഇറങ്ങുകയും അവിടെ അവളെ കാത്തിരിക്കുന്ന ഭീമാകാരമായ അപകടത്തെക്കുറിച്ചുമാണ് ഈ സിനിമ പറയുന്നത്. വാട്ടർ ബേസ്ഡ് സർവൈവർ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം. ഈ ലിസ്റ്റിലെ നാലാമത്തെ ചിത്രമാണ് ദ ഫ്ലൂ. PP കിറ്റ് ധരിച്ച ആളുകൾ, നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികൾ, നെട്ടോട്ടമോടുന്ന ആൾക്കാർ, ചുമച്ച് പനിച്ച് ക്ഷീണിച്ച കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായവർ. കോവിഡ് സമയത്ത് കണ്ട കാഴ്ചകൾ പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് കോവിഡ് കഥയല്ല. കോവിഡ് വരുന്നതിന് വളരെ മുൻപ് 2013 റിലീസായ കൊറിയൻ ചിത്രത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ചിത്രത്തിന്റെ പേര് ദ ഫ്ലൂ. ഹോങ്കോങ്ങിൽ ഒരു പുതിയ വൈറസ് സ്പ്രെഡ് ആവുന്നു. 10,000-ലധികം പേർ ഇൻഫെക്റ്റഡ് ആവുന്നു. വായു വഴി പടരുന്ന രോഗമാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും എന്ത് അസുഖമാണെന്നും അതിന്റെ മരുന്ന് എന്താണെന്നും കണ്ടുപിടിക്കാനാവാതെ വലയുന്ന ഡോക്ടർമാരും ഗവൺമെന്റും. രോഗം വന്നവരെ ചികിത്സിക്കാനാവാതെ കൂട്ടമായി കൊല്ലാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ സങ്കീർണമായി പോകുന്ന സിനിമയാണ് ദ ഫ്ലൂ. മേക്കിംഗ് കൊണ്ടും ഡ്രമാറ്റിക് എഫക്റ്റ് കൊണ്ടും മെഡിക്കൽ ഡിസാസ്റ്റർ ജോണറിലെ മികച്ച ഒരു ത്രില്ലർ തന്നെയാണ് ഈ സിനിമ. സർവൈവൽ മൂവീസിൽ മസ്റ്റ് വാച്ച് തന്നെയാണിത്. ഇനി അഞ്ചാമത്തെ ചിത്രം സൊസൈറ്റി ഓഫ് ദി സ്നോ. 2023 റിലീസായ റിയൽ ലൈഫ് സ്റ്റോറിയാണ് സൊസൈറ്റി ഓഫ് ദി സ്നോ. 1972 ഒരു യുറുഗ്വേയൻ ഫ്ലൈറ്റ് ആൻഡീസ് പർവ്വതനിരയിൽ വെച്ച് ക്രാഷ് ആവുന്നു. അതിൽ നിന്ന് ഉറുഗ്വേയുടെ ഓൾഡ് ക്രിസ്ത്യൻസ് ക്ലബ് റഗ്ബി ടീമും ഒപ്പം മറ്റു ചില യാത്രക്കാരും രക്ഷപ്പെടുന്നു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പർവ്വതനിരകളോട് മല്ലിടുന്ന കഥയാണ് ഈ സിനിമ. ആൻഡീസ് മഞ്ഞുമലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളും പ്രയത്നങ്ങളും ത്രില്ലിംഗ് എഫക്റ്റ് തന്നെ തരുന്നുണ്ട്. ആഹാരവും വെള്ളവും കിട്ടാതെ കൂടെയുള്ളവരെ തന്നെ ഭക്ഷിക്കാൻ ശ്രമിക്കുന്ന ദയനീയ അവസ്ഥ നമ്മളെ തന്നെ വിഷമിപ്പിക്കുന്നതാണ്. 72 ദിവസം നീണ്ടുനിന്ന പ്രയാസങ്ങൾക്കൊടുവിൽ 16 പേരാണ് രക്ഷപ്പെട്ടത്. ഇരയായവരുടെ മനോവിചാരങ്ങളിലൂടെയാണ് ഈ സ്പാനിഷ് ചിത്രം നമ്മളെ കൊണ്ടുപോകുക. മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമയും ഇഷ്ടമാകും. സർവൈവലിനോടൊപ്പം സൗഹൃദത്തിന്റെ മനോഹാരിതയും ഈ സിനിമ പങ്കുവയ്ക്കുന്നു. 2024 ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നോമിനേഷൻ നേടിയിട്ടുണ്ട് ഈ ചിത്രം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് സർവൈവർ ത്രില്ലർ മൂവികൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി ഇടാൻ മറക്കരുത്. അടുത്ത സിനിമാ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ.